ശിവസേനയും ഹിന്ദുത്വമാണ് മുന്നോട്ട് വെക്കുന്നത്, BJPയും ഹിന്ദുത്വമാണ് മുന്നോട്ട് വെക്കുന്നുള്ളത്. അതിലൂടെ തന്നെയാണ് അവരുടെ രാഷ്ട്രീയ നാടകം നടക്കുന്നുള്ളത്. RSS മേധാവിയായിട്ടുള്ള മോഹൻ ഭഗവത് പറഞ്ഞതും ഹിന്ദുത്വം തന്നെയാണ്. അപ്പോൾ 3 പേരും ഹിന്ദുത്വവാദികളാണ്. അപ്പോൾ ഹിന്ദുത്വം പ്ലസ് ഹിന്ദുത്വം ഈസ് ഈക്വൽ ടു ഹിന്ദുത്വം തന്നെയാണ്. അപ്പോൾ ഹിന്ദുത്വമാണ് ശിവസേനയുടെയും BJPയുടെയും ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ടാണ് പരസ്പരം ഒരു ധാരണയിലെത്താൻ ഇവർക്ക് സാധിക്കാത്തത്? അപ്പോൾ ഹിന്ദുത്വമല്ല വിഷയം, അധികാരമാണ് വിഷയം. ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങളെയല്ല വിഷയം, അധികാരം തന്നെയാണ് ഇവരുടെയൊക്കെ വിഷയം എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യം ഇനിയെങ്കിലും ഇക്കൂട്ടരുടെ കൂടെ നിന്ന് മുറവിളിക്കുന്നവർ തിരിച്ചറിയേണ്ടതുണ്ട്. ഹിന്ദുത്വവുമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഏത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും എന്ത് പ്രശ്നമാണ് ഹിന്ദുത്വവാദികൾക്കുള്ളത്? അപ്പോൾ ഇവിടെ വ്യക്തമാകുന്ന ഒരു വലിയ കാഴ്ച എന്ന് പറയുന്നത് ഹിന്ദുത്വം എന്നുള്ള ഒരാശയത്തെ മുറുകെ പിടിച്ച് ഹൈന്ദവരെ വഞ്ചിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് നമുക്കിവിടെ ശിവസേനയിൽ നിന്നും BJPയിൽ നിന്നും പച്ചയായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. അപ്പോൾ ഹിന്ദുത്വം അല്ല ഇവരുടെ ലക്ഷ്യം, അധികാരം തന്നെയാണ് ഇരുവരുടെയും ലക്ഷ്യമെന്ന് വസ്തുതാപരമായിട്ട് പരസ്യമായി തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്ന ഒരു സത്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശിവസേന BJPയെ എത്രത്തോളം തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവസേന ഇപ്പോൾ അവരുടെ MLAമാരെ ബാന്ദ്രയിലെ ഒരു റിസോർട്ടിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം കർണാടകയിൽ അമിത്ഷാ കോൺഗ്രസിനോടും JDSനോടും ചെയ്തതുപോലെ ശിവസേനയോടും ചെയ്യുമെന്നുള്ള ഒരു വലിയ വിശ്വാസം ശിവസേനക്കകത്തുണ്ടായിരിക്കുന്നു. കാരണം ശിവസേന എന്ന് പറയുന്നത് എത്രയോ കാലങ്ങളായി BJPയുടെ കൈ പിടിച്ചുകൊണ്ട് സഖ്യമായി മുന്നോട്ട് പോകുന്ന നല്ല 2 സുഹൃത്തുക്കളാണ് BJPയും ശിവസേനയും. ആ ശിവസേന പോലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തങ്ങളുടെ MLAമാരെ ചാക്കിട്ട് പിടിക്കാൻ BJP മുന്നോട്ട് വരും എന്നുള്ള ഒരു ഭയം കൊണ്ട് അവരുടെ MLAമാരെ ബാന്ദ്രയിലെ റിസോർട്ടിലേക്ക് മാറ്റുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എത്രത്തോളം ഗുരുതരമാണ് നമ്മുടെ രാജ്യത്ത് BJP എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് ഇവിടെ തുറന്നു കാണുന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശിവസേന BJPയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ രീതിയിൽ വിമർശിച്ച് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ശിവസേന ഒരു മതേതരത്വ മുഖം സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്നില്ല എന്ന സത്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മതേതരത്വ മുന്നണികൾക്ക്, മതേതരത്വ രാഷ്ട്രീയ പാർട്ടികൾക്ക് ശിവസേനയെ പിന്തുണക്കുന്നത് കൊണ്ട് തന്നെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. ശിവസേന അവരുടെ കേന്ദ്രമന്ത്രിമാരെ പിൻവലിച്ച് BJPയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഹിന്ദുത്വവാദവുമൊക്കെ മാറ്റിവെച്ച് മതേതരത്വ ചിന്താഗതിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വരാമെന്ന് പറഞ്ഞാൽ മാത്രമേ NCPക്കും കോൺഗ്രസിനുമൊക്കെ അവിടെ ഒരു ഓപ്ഷൻ ഉള്ളൂ. അല്ലാത്ത പക്ഷം ശിവസേന BJPയെ പേടിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷേ നിലവിൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും വലിയ രീതിയിലുള്ള തിരിച്ചടിയുമാണ് ശിവസേന നൽകുന്നതെങ്കിൽ പോലും രഹസ്യമായി ശിവസേന അവരുടെ MLAമാരെ സംരക്ഷിക്കുകയാണ്. ഇതാണ് BJPയുടെ തനിനിറം. ഇവിടെ കോൺഗ്രസിനോ അല്ലെങ്കിൽ JDSനോ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ല ഇത്തരത്തിലുള്ള പ്രശ്നം നേരിടേണ്ടി വരുന്നത്. മറിച്ച് വലതുപക്ഷ തീവ്ര രാഷ്ട്രീയ പാർട്ടികൾക്ക് വരെ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വരുന്നത് BJPയുടെ എത്രത്തോളം കൊള്ളരുതായ്മയാണ് വിളിച്ചോതുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിന്ദുത്വമല്ല വിഷയം, അധികാരമാണ് വിഷയം എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യം തന്നെയാണ് ഇത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.